കൂട്ടുകാരെ, നമ്മളെ ഡെയിലി വ്ളോഗ് ഡേ 4ലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ രാവിലെ എണീറ്റിട്ടുണ്ട്. പള്ളിയിൽ പോവാതെ ഇരിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ പോകാൻ അമ്മ എണീപ്പിച്ചില്ല. അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി കാപ്പി കുടിക്കാൻ പോവാണ്. കാപ്പി കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാപ്പി ഇന്നലത്തെ പോലെ ഇടിയപ്പവും ചമ്മന്തി ഒരു കോംബോ ഇല്ലാത്ത സംഭവം. ഭയങ്കര ചൂടും കഴിച്ച് നമ്മൾ ഊതി ചൂട് കാപ്പി കുടിക്കാൻ. അങ്ങനെ കാപ്പിയും ചായയും കുടിച്ച് നമ്മളങ്ങനെ സ്കൂളിൽ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. മുടിയൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ കുളിച്ച് നമ്മൾ 7:45 റെഡി. നമ്മളങ്ങനെ നേരെ സ്കൂളിൽ പോവുകയാണ്. നമ്മളങ്ങനെ ബാഗ് തൂക്കി വരെയാണ് സ്കൂളിൽ നിന്ന്. ഇതാണ് നമ്മളെ വരക്കം. വീടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അമ്മയെ കണ്ടത്. അപ്പോൾ ഫോൺ വാങ്ങിച്ച് പിന്നെ വീഡിയോ എടുത്തെടുത്ത് വെയിറ്റ് ചെയ്യുന്നത്. സ്കൂളിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വന്നു. അവധിയായിരുന്ന പനിയായിരുന്ന വന്ന് അവൻ്റെ കാലെന്തോ പ്രശ്നമായിട്ടാണ് അറിയാതെ പനിയും കാൽ പ്രശ്നമായിരുന്നു. പിന്നെ ഇന്ന് സ്കൂളിലാണെങ്കിൽ ക്ലാസ് ടീച്ചർ വന്നില്ല. പിന്നെ കുറെ പീരീഡ് ഫ്രീ ഉണ്ടായിരുന്നു. ലാബ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് ലാബിന് വേണ്ടി അടുത്ത പീരീഡ് ഫുള്ള് ക്ലാസ്സിൽ വന്ന് ഫുൾ വൈബായിരുന്നു. ഒരു 4 ബോയ്സ് മാത്രം, ബാക്കി എല്ലാ ബോയ്സും ലാബിന് വരുന്നു. പിന്നെ നമ്മൾ ബാക്കി കുറെ പേരൊക്കെ ചേർന്ന് നമ്മൾ അവിടെ നിന്ന് വൈബാക്കി. പിന്നെ അവസാനത്തെ പീരീഡ് ഫ്രീ കിട്ടില്ല. എല്ലാ പീരീഡും കിടിലായിരുന്നു ഇന്ന്. അങ്ങനെ നാളെ കലോത്സവം, അതുകൊണ്ട് നാളെ സ്കൂളിൽ പോക്കില്ല. ഇനി അത് കഴിഞ്ഞ് നേരെ കുളിക്കണം, ചോറ് കഴിക്കണം, ട്യൂഷന് പോകണം. അതിന് രാത്രി വന്ന് കിടന്നുറങ്ങണം. അത്രയാണ്. നമ്മളങ്ങനെ ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മയാണ് എനിക്ക് ചോറ് വരുന്നത്. അമ്മ പറയാണ് വീഡിയോ ഒന്നും എടുത്തിടല്ലേ. എന്നാലും ഞാൻ വീഡിയോ എടുക്കും, കുഴപ്പമില്ല. അമ്മ വരുത്താൻ വീഡിയോ ഒന്നും എടുക്കല്ലേ, നാണക്കേടാണ്. അമ്മയ്ക്ക് നാണക്കേടാണ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി. അമ്മ വരുത്തന്ന് നമ്മളത് നേരെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയി ചോറ് കഴിക്കണം, പ്രാർത്ഥിക്കണം, പോയി കിടന്നുറങ്ങണം. അതാണ്. രാത്രി തന്നെ പോയി ചിക്കൻ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നമ്മൾ ചിക്കനും വെച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് ബൈബിൾ വായിക്കണം, പോയി കിടന്നുറങ്ങണം. അതാണ് പണി. നമ്മൾ ബൈബിൾ വായിക്കെടുത്തപ്പോൾ സങ്കീർത്തനം 45:7 കിട്ടിയത്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടനെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഇതാണ് എനിക്കിന്ന് കിട്ടിയ വചനം. ഇത് കിട്ടിയിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീറ്റിന് ഫസ്റ്റ് പള്ളിയിൽ പോകണം. അതാണ് മെയിൻ പരിപാടി. നമ്മളെന്തായാലും ചെയ്യും. അപ്പോൾ ശരി, ഇനി നാളെ കാണാം. ബൈ, ടാറ്റാ.